ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രീയത്തിനുമപ്പുറമാണ്. പ്രവാസി റൂട്ട്സിൻ്റെ ഇൻഷുറൻസ് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ചെയർമാൻ അല്ലേ, ശ്രീരാമകൃഷ്ണൻ സാറാണ് ചെയർമാൻ. അപ്പോൾ എൻ്റെ നാട്ടിലെ പ്രവാസി നേതാക്കന്മാരാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം എൻ്റെ സുഹൃത്ത് ജഹാംഗീറും മാഹിൻ, ഞങ്ങളെല്ലാവരും വിവിധ രാഷ്ട്രീയത്തിലുള്ളവർ. പക്ഷേ പ്രവാസി റൂട്ട്സിൻ്റെ ഒരു പരിപാടി അല്ലെങ്കിൽ പ്രവാസിയുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ കൂടുതലായി ഇതിനെക്കുറിച്ച് എൻ്റെ നാട്ടിൽ പ്രവാസിയായിട്ട് നടക്കുന്ന രണ്ട് നേതാക്കന്മാരുണ്ട്. ഒന്ന് ഷിഹാബക്കയും ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട അഷറഫക്കയും, പിന്നെ മാഹിയും, പിന്നെ ജഹാംഗീർ. അപ്പോൾ കൂടുതൽ ഈ പ്രവാസിയുടെ വിവരങ്ങൾ പറയുവാൻ എന്നേക്കായി ഉചിതം എൻ്റെ പ്രിയപ്പെട്ട അഷറഫക്കയാണ്. ഇത് പ്രവാസി ലോകത്ത് ജീവിക്കുന്ന 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് ഫാമിലി ഇൻഷുറൻസ് എന്ന് പറയാം. അതൊരു കുടുംബ ഇൻഷുറൻസ് ആണ്. ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതി ഇന്നിവിടെ നോർത്ത് റൂട്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു പ്രവാസിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഉൾപ്പെടുന്ന ഒരു പോളിസിയാണ്. അത് 14,360 രൂപയാണ് അതിൻ്റെ പോളിസി എമൗണ്ട്. ഒരു വർഷത്തേക്കാണുള്ളത്. ഇത് പ്രവാസ ലോകത്ത് അപകടമുണ്ടായാലും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി അതുണ്ട്. പിന്നെ പ്രവാസ കുടുംബത്തിന് നാട്ടിൽ അസുഖവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചികിത്സാ ചെലവുകളായിട്ടും 10 ലക്ഷം രൂപയോളം നമുക്ക് ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് അധികമാണ്. 2 കുട്ടികൾക്ക് അധികം ആരെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4,060 രൂപ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് വളരെ സന്തോഷമാണ്. രാഷ്ട്രീയത്തിന് ഉപരി ഞാൻ പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പം ഇതിനകത്തുള്ളത് ഇനി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾക്കും ഈ കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേരള നിയമസഭാ സബ് കമ്മിറ്റിയുടെ ചർച്ചയിലുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിനുപരി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പ്രവാസികൾ ഉണ്ടായിരിക്കും. ഈ നോർത്ത് റൂട്ട്സിനും അതിൻ്റെ അധികാരികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പ്രവാസി കോൺഗ്രസ്.